രൂപീകരണ കരട് ന്യൂസ് മലയാളത്തിന് സിനിമാ സെറ്റുകളിൽ സ്ത്രീകളും ലിംഗ ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കണം. വിവേചനം, ലൈംഗികാതിക്രമം, അധികാര ദുർവിനിയോഗം എന്നിവ നിരോധിക്കണം. പ്രൊഡക്ഷനുകളിൽ സേഫ്റ്റി ആൻഡ് ഇക്വിറ്റി ഓഫീസർമാരെ നിയമിക്കണമെന്നതടക്കം പറയുന്നു. VS അനു ആണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. അനു, എന്തൊക്കെയാണ് ഈ കരടിൽ പറയുന്നത്? സേതുലക്ഷ്മി, മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. മലയാള സിനിമയിൽ ഒരു സർക്കാർ നയം രൂപീകരണത്തിൻ്റെ കരട് ഇന്ന് സിനിമാ മേഖലയിലെ ആളുകളുമായി ചർച്ച ചെയ്യുന്ന, അത് ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ കരടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ കരടിൻ്റെ വിശദാംശങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകളും ലിംഗന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന കൊടിയ അതിക്രമങ്ങളുണ്ട്, അതിനെ കർശനമായി നിരോധിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്ന ാണ് ഈ കരട് ഉള്ളത്. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കുക. സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അധികാര അസന്തുലിതാവസ്ഥ ഉപയോഗിച്ച് അവസരങ്ങൾ തേടുന്ന പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവണത സിനിമാ മേഖലയിൽ കണ്ടുവരാറുണ്ട്. ഇത് ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. സീറോ ടോളറൻസ് നയം, കാസ്റ്റിംഗിലും നിയമനത്തിലും ലൈംഗിക ചൂഷണത്തിനെതിരെ കർശന നയങ്ങൾ ചലച്ചിത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കണം. കുറ്റക്കാരെ പുറത്താക്കണം, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും പ്രൊഫഷണലുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് നിരോധിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രൊഡക്ഷനുകളിൽ സെക്യൂരിറ്റി ഇക്വിറ്റി ഓഫീസർമാരെ നിയമിക്കണം. അതായത് സ്ത്രീകളുടെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അവകാശങ്ങൾ, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത്തരം നടപടികൾ വേണം എന്ന് പറയുന്നു. മാത്രമല്ല, കേന്ദ്രീകൃത ഓഡീഷൻ പ്രോട്ടോക്കോളുകൾ ഇത്തരത്തിൽ വേണം. അതായത് വിവിധ പ്രൊഡക്ഷനുകൾ ആളുകളെ സിനിമയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഒരു കൃത്യമായ സംവിധാനം വേണം എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നു. സുരക്ഷിതമായ വിസിൽ ബ്ലോവർ സംവിധാനം, കാസ്റ്റിംഗ് ചൂഷണം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സ്വതന്ത്രവും രഹസ്യവുമായ സംവിധാനം ഒരുക്കുക എന്നതടക്കമുള്ള വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് ചലച്ചിത്ര കരട് നയത്തിലുള്ളത്. ആ കരടിൻ്റെ പകർപ്പാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം 10:15 കൂടിയാണ് ഈ ചലച്ചിത്ര നയ രൂപീകരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. അനു, തീർച്ചയായും ഈ കരടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അത്രയധികം നല്ല കാര്യങ്ങളാണ്. നല്ല ഒത്തിരി നിർദ്ദേശങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല സിനിമ നല്ല നാളെ, ആ രീതിയിൽ നല്ല ആരോഗ്യപരമായ ചർച്ചകൾ കൂടി പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. ഇതിൽ മറ്റൊരു കാര്യം നോക്കൂ, ഈ പൈറസിയും കൂട്ടം ചേർന്നുള്ള വിദ്വേഷ പ്രചാരണങ്ങളും തടയുക എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ, അത് രണ്ടാമത്തെ ഹെഡിങ് ആയിട്ടാണ്. അതിൽ വിവിധ കാര്യങ്ങൾ പറയുന്നു. നമുക്ക് പറയാം, ഇപ്പോൾ ചില സിനിമകളെ കൂട്ടം ചേർന്നുള്ള റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ, അത് തടയുന്നതിന് വേണ്ടിയുള്ള ശുപാർശകൾ പറയുന്നു. സംസ്ഥാനതല ആൻറ്റി പൈറസി ടാസ്ക് ഫോഴ്സ് കേരള പോലീസിൻ്റെ സൈബർ വിങ്ങിനുള്ളിൽ ഒരു പ്രത്യേക സെൽ സ്ഥാപിക്കുക. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും OTT പ്ലാറ്റ്ഫോമുകളുമായും സഹകരിച്ച് പൈറേറ്റഡ് മലയാളം കോൺടെക്സ്റ്റ് ദ്രുതഗതിയിൽ നീക്കം ചെയ്യാനും അതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. വിദ്വേഷ പ്രചാരണങ്ങൾ തടയാൻ റാപ്പിഡ് റെസ്പോൺസ് പ്രോട്ടോകോൾ നടപ്പിലാക്കുക. അതായത് ചലച്ചിത്ര സംഘടനകളുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സംയുക്ത സമിതി ഇതിനായി രൂപീകരിക്കുക എന്നും ഈ കരടിൽ ആവശ്യപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളിലെ ഐക്യദാർഢ്യത്തിനായി ഏതെങ്കിലും സിനിമയ്ക്കായോ ഈ മേഖലയിലെ വ്യക്തിയെയോ ലക്ഷ്യം വയ്ക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളെ അപലപിച്ചുകൊണ്ട് ഏകീകൃത പൊതുപ്രസ്താവനകൾ അടിയന്തരമായി പുറപ്പെടുവിക്കണം. അതിനുവേണ്ടി ഈ കരടിൽ നിർദ്ദേശമുണ്ട്. നിയമപരമായ സഹായവും ഡിജിറ്റൽ പിന്തുണയും സൈബർ അഭിഭാഷകർ, ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധർ, കൗൺസിലർമാർ എന്നിവരെ സൈബർ ആക്രമണത്തിന് വിധേയരായ വ്യക്തികൾക്ക്, സിനിമകൾക്ക് ലഭ്യമാക്കുക എന്നുള്ള നിർദ്ദേശം വരുന്നു. പ്ലാറ്റ്ഫോം അക്കൗണ്ടബിലിറ്റി, ഏകോപിതവും ആധികാരികമില്ലാത്തതുമായ പെരുമാറ്റങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്ന ചാനലുകൾ, പേജുകൾ എന്നിവയ്ക്കെതിരെ ഇന്ത്യൻ IT നിയമങ്ങൾ പ്രകാരമുള്ള അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശം കൂടി കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സജീവ നിരീക്ഷണവും സൈബർ ഭീഷണികളും. സിനിമാ നയ രൂപീകരണ കരടാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ചത്. സിനിമാ സെറ്റുകളിൽ സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും അടക്കം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കപ്പെടണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളൊക്കെ ഈ കരടിൽ വന്നിട്ടുണ്ട്. വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.